സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് പ്രോസസ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്? പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്. അതൊരു കോസ്റ്റിങ്ങിന്റെ മെത്തേഡാണ്. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? The raw material process from process to process until the finished product comes out. അപ്പോൾ ചില ഇൻഡസ്ട്രീസിൽ അവരെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തണമെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സുകളിലൂടെ ആ റോ മെറ്റീരിയൽ ആദ്യത്തെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. ദെൻ അതിലുണ്ടാകുന്ന എന്താണോ ആ പ്രോസസ്സിൽ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നു. അങ്ങനെ ഒന്നിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സുകൾ കഴിയുമ്പോഴേ നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുന്നുള്ളെങ്കിൽ അങ്ങനെയുള്ള ഇൻഡസ്ട്രീസിലാണ് പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. So this method is used to ascertain the cost of a product at each stage of production. അപ്പോൾ പ്രൊഡക്ഷൻ നടക്കുന്നത് ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ടാണ്. ഡിഫറെന്റ് പ്രോസസ്സുകളിൽ കൂടെ പോയാലാണ് റോ മെറ്റീരിയൽസ് പല പ്രോസസ്സുകളിലൂടെ കടന്നു പോയാലാണ് അത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുള്ളൂ. അപ്പൊ നമ്മൾ റോ മെറ്റീരിയൽ ആദ്യത്തെ പ്രോസസ്സിൽ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ എന്താണോ കിട്ടുന്ന ആ പ്രൊഡക്റ്റ്, അതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ആ പ്രോസസ്സിന്റെ എൻഡ് ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ ആക്കി കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ എത്ര പ്രോസസ് ഉണ്ടോ അത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തുന്നു. അപ്പോൾ ഓരോ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനിലും കോസ്റ്റ് എത്ര വന്നു എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത്. Then similarly the output of the first process become the raw material of the second process. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് പ്രോസസ്സിന്റെ റോ മെറ്റീരിയൽ ആയി മാറുന്നു. അത് ആ ഒരു പ്രോസസ്സ് തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നത് വരെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. എന്താണ് പ്രോസസ് അക്കൗണ്ട്? അപ്പൊ നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റേജസിലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര വന്നു എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പ്രോസസ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. അപ്പൊ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ഓരോ സ്റ്റേജസിലും കോസ്റ്റ് എത്ര വന്നു എന്ന് കണ്ടുപിടിക്കുന്നത്. അണ്ടർ പ്രോസസ് കോസ്റ്റിംഗ് എ സെപ്പറേറ്റ് അക്കൗണ്ട് ഈസ് കെപ്റ്റ് ഫോർ ഈച്ച് പ്രോസസ്. അപ്പൊ പ്രോസസ് കോസ്റ്റിംഗിലെ ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യും. The process account is debited with the value of materials, labor and overheads relating to the process. അപ്പൊ ഈ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിനും ഓരോ പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അത് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഓരോ പ്രോസസ്സിലും എത്ര കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വന്നു എന്ന് അറിയുന്നതിന് വേണ്ടി. അപ്പൊ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നത് വരുന്ന എക്സ്പെൻസുകൾ വെച്ചിട്ടാണ്. എന്തൊക്കെ എക്സ്പെൻസുകൾ വരാം? മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ്. ആ പ്രോസസ്സിൽ റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എത്ര വന്നു, ലേബർ എത്ര വന്നു, ഓവർഹെഡ്സ് എത്ര വന്നു, എന്തൊക്കെ ഐറ്റംസ് ആണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ക്രെഡിറ്റഡ് വിത്ത് നോർമൽ ലോസ് ആൻഡ് വാല്യൂ ഓഫ് ബൈ പ്രോഡക്റ്റ്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത് നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺഅവോയ്ഡബിൾ, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ലോസ്. ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ആ പ്രൊഡക്റ്റിന്റെ നേച്ചർ കൊണ്ട് ചിലപ്പോൾ ഓയിൽ പോലുള്ള ഐറ്റംസ് ആണെങ്കിൽ അവിടെ ലീക്ക് വരും, ചില ഐറ്റംസ് ഇവാപറേറ്റ് ചെയ്തു പോകും. അങ്ങനെയൊക്കെ ആ പ്രൊഡക്റ്റിന്റെ നേച്ചർ കൊണ്ട് നോർമൽ ആയിട്ടുണ്ടാകുന്ന ലോസ്, ആ നോർമൽ ലോസ് ഉണ്ടാവും. അപ്പൊ നോർമൽ ലോസിന്റെ പ്രത്യേകത നമുക്ക് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം കഴിഞ്ഞ പ്രോസസ്സുകളൊക്കെ ഇതേ സെയിം പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ആ നോർമൽ ലോസ് എന്തായാലും ഉണ്ടാകും. കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന്റെ നേച്ചർ കൊണ്ട് ഉണ്ടാവുന്ന ലോസ് ആണത്. അപ്പൊ അവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് നോർമൽ ലോസും അതുപോലെ ബൈ പ്രൊഡക്റ്റിന്റെ വാല്യൂവും. ദെൻ ദ ബാലൻസ് റെപ്രസെന്റിങ് ദ കോസ്റ്റ് ഓഫ് പാർട്ട്ലി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അപ്പൊ ആദ്യത്തെ പ്രോസസ്സുകളിലൊക്കെ ഉണ്ടാവുന്നത് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് അല്ല, പാർട്ട്ലി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ബാലൻസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആ അക്കൗണ്ടിന്റെ ബാലൻസ് ആ പാർട്ട്ലി ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ വാല്യൂ ആണ്. അത് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് പ്രോസസ്. ഒരു പ്രോസസ്സിലെ ഔട്ട്പുട്ട് നെക്സ്റ്റ് പ്രോസസ്സിലെ ഔട്ട്പുട്ട് ആണ്. ഇനി ഓരോന്നിന്റെയും കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ പ്രോസസ്സിലെയും ടോട്ടൽ കോസ്റ്റ് എത്ര എന്നെടുക്കുക, അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്. നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റും കിട്ടും. ഇനി നമ്മളിപ്പോ നോർമൽ ലോസ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രോസസ് ലോസുകൾ ഏതൊക്കെയാണ്? നമുക്ക് നോർമൽ ലോസും ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട്. There are processes where loss of material is inevitable. നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, മെറ്റീരിയൽ ലോസ് ഒഴിവാക്കാൻ പറ്റാത്ത പ്രോസസ്സുകളുണ്ട്. Sometimes it is inherent and unavoidable. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. The loss may be, അത് ഇൻഹറന്റ്, അതായത് അതിന്റെ നേച്ചർ കൊണ്ട് അത് വരുന്നതാണ്, ആ പ്രൊഡക്റ്റിന്റെ നേച്ചർ കൊണ്ട് ഉണ്ടായിത്തീരുന്നതാണ്. The loss may be either normal or abnormal. അങ്ങനെ വരുന്ന ലോസ് നോർമൽ ലോസ് ആവാം അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ആവാം. അപ്പൊ നമുക്ക് ആദ്യം നോർമൽ പ്രോസസ് ലോസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോസ് ഓഫ് മെറ്റീരിയൽ വിച്ച് ഈസ് ഇൻഹെറന്റ് ഇൻ ദ നേച്ചർ ഓഫ് മെറ്റീരിയൽ.
ആ ലോസ് ഉണ്ടാകുന്നത് ആ മെറ്റീരിയലിന്റെ നേച്ചർ കൊണ്ടാണ്. മെറ്റീരിയലിന്റെ നേച്ചർ അങ്ങനെയാണ്. Such loss can be estimated in advance on the basis of past experience, nature of material, nature of operation and technical data. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മെറ്റീരിയലിന്റെ നേച്ചർ കൊണ്ടാണ് ആ ലോസ് ഉണ്ടാകുന്നത്. എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ലോസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്രത്തോളം ആ ലോസ് വരാം എന്നുള്ളത് നേരത്തെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എസ്റ്റിമേറ്റഡ് ഇൻ അഡ്വാൻസ്, നേരത്തെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്ക് എന്തൊക്കെ ബേസിസിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം? പാസ്റ്റ് എക്സ്പീരിയൻസ്, മുൻപുള്ള പ്രോസസ്സുകളിൽ ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതേ പ്രോസസ്സുകളാണ്. അപ്പൊ മുമ്പുള്ള പ്രോസസ്സുകളിൽ എത്രത്തോളം ലോസ് വന്നിട്ടുണ്ട്, ആ പാസ്റ്റ് എക്സ്പീരിയൻസ്. നേച്ചർ ഓഫ് മെറ്റീരിയൽ, ആ മെറ്റീരിയലിന്റെ നേച്ചർ വെച്ചിട്ട്, അതുപോലെ നേച്ചർ ഓഫ് ഓപ്ഷൻ അല്ലെങ്കിൽ ടെക്നിക്കൽ ഡാറ്റ, ഇതിന്റെയൊക്കെ ബേസിസിൽ നമുക്ക് എത്രത്തോളം നോർമൽ ലോസ് വരുന്നുള്ളത് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ലോസ് ഡ്യൂ ടു ഇവാപ്പറേഷൻ, ഇപ്പൊ നീരാവിയായിട്ട് പോകുന്ന, ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അതുപോലെ ഷ്രിങ്കേജ്, ചുരുങ്ങുന്നു, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് നേരത്തെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. The cost of normal loss is absorbed by good units of output. അപ്പോൾ നോർമൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നോർമലി ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ നേച്ചർ കൊണ്ട് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആ കോസ്റ്റ്, ആ ലോസിന് വരുന്ന കോസ്റ്റ് നമ്മുടെ ഗുഡ് ഔട്ട്പുട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നല്ല ഔട്ട്പുട്ടിലേക്ക് ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. The amount realized from the sale of normal loss should be credited to process account. ഇനി എന്തെങ്കിലും സ്ക്രാപ്പ് വാല്യൂ കിട്ടുകയാണെങ്കിൽ, നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. Thus the cost of good units gets enhanced due to the absorption of cost of units normally lost. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഗുഡ് യൂണിറ്റ്സിന്റെ, നല്ല യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ടുകളുടെ മേലെ അതല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് നമുക്ക് കൂടുന്നു. കാരണം ആ നോർമൽ ലോസിന്റെ കോസ്റ്റും കൂടെ അതുമല്ലാണ് ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമുക്ക് പ്രോസസ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ എക്സ്പെൻസുകളെയും ഡെബിറ്റ് ചെയ്യുന്നു, അതുപോലെ ലോസുകളെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ നോക്കുക, ഒരു യൂണിറ്റ് കോളവും ഒരു എമൗണ്ട് കോളവുമാണ് വേണ്ടത്. നമുക്ക് സാധാരണയായിട്ട് വരുന്ന എക്സ്പെൻസുകൾ പ്രോസസ് 1 എടുക്കുമ്പോൾ മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്, ഓവർ ഹെഡ്സ്. ദെൻ നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ, അബ്നോർമൽ ലോസ് നമ്മൾ പഠിക്കും, അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ ആണ് നമ്മൾ കാണിക്കുന്നത്. അബ്നോർമൽ ലോസ് വരുമ്പോൾ നമുക്ക് അബ്നോർമൽ ലോസ് ഒരു ഫോർമുലയൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സിലേക്കുള്ള, നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് അത് നെക്സ്റ്റ് പ്രോസസ്സിലേക്കുള്ള നമ്മുടെ ഇൻപുട്ട് ആയിട്ട് മാറും. ഇനി പ്രോസസ് 2 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ഇൻപുട്ട്, ഇത് ഇവിടെ നിന്ന് കിട്ടിയ ഇൻപുട്ട് വെച്ചിട്ടാണ്, അതായത് ഇതിന്റെ ഔട്ട്പുട്ടാണ്, പ്രോസസ് 1ന്റെ ഔട്ട്പുട്ടാണ് പ്രോസസ് 2ന്റെ ഇൻപുട്ട്. അപ്പൊ പ്രോസസ് 2 സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ഫിഗർ വെച്ചിട്ടാണ്. 2 പ്രോസസ് 1 എത്രയാണോ ഇവിടെ തന്നിരിക്കുന്ന ഈ എമൗണ്ടും ഈ യൂണിറ്റ്സും ആണ് നമ്മൾ ഇവിടെ എഴുതുക. ഇനി ഇവിടെ വീണ്ടും നമുക്ക് പ്രോസസ് 2 വരുന്ന എക്സ്പെൻസുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഫാക്ടർ, ഓവർ ഹെഡ്സ്, ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അബ്നോർമൽ ലോസ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അതും നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ ചിലപ്പോൾ നമുക്ക് അബ്നോർമൽ ഗെയിൻ വരാം. അബ്നോർമൽ ലോസും അബ്നോർമൽ ഗെയിനും ഒരുമിച്ച് വരില്ല. ഒന്നുകിൽ അബ്നോർമൽ ഗെയിൻ വരാം, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് വരാം. അപ്പോൾ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവോയ്ഡബിൾ ആയിട്ടുള്ള, നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്ന ലോസുകളെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. അപ്പൊ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ, നോർമലി നമുക്ക് നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് 10% നമുക്ക് ലോസ് വരാറുണ്ട്. നമ്മൾ പറഞ്ഞു നമുക്ക് നേരത്തെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്യാം, ആ മെറ്റീരിയലിന്റെ നേച്ചർ കൊണ്ടാണ്, അതുകൊണ്ട് നേരത്തെ തന്നെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ 100 യൂണിറ്റ് പോകും, ബാക്കി നമുക്ക് 900 യൂണിറ്റ്സ് ഔട്ട്പുട്ട് കിട്ടണം. അതാണ് എന്തായാലും നോർമൽ ലോസ് ഒരു 100 യൂണിറ്റ് പോകും. അപ്പൊ 900 യൂണിറ്റ്സ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടണം. പക്ഷെ ചില കേസിൽ നമുക്ക് 950 യൂണിറ്റ്സ് ഔട്ട്പുട്ട് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? നോർമൽ ലോസ് ആ 100 യൂണിറ്റും ഉണ്ടായിട്ടില്ല, ആകെ 50 യൂണിറ്റേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള ഗെയിൻ ആണ് ഉണ്ടായത്, നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഗെയിൻ ആണ് ഉണ്ടായത്. അപ്പൊ നമ്മൾ അബ്നോർമൽ ഗെയിനെ ഇവിടെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനും ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് നോർമൽ ലോസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൺ ടു യു, പ്രിപ്പയർ പ്രോസസ് 1 അക്കൗണ്ട്. നമുക്ക് നോർമൽ ലോസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് പ്രോസസ് 1 അക്കൗണ്ട് മാത്രം പറഞ്ഞിരിക്കുന്നത്.
Materials issued 1000 units at the rate of 3 rupees per unit. Labor cost 500 rupees. Additional material cost 2000. Production overhead 200 rupees. Then normal process loss എന്ന് പറയുന്നത് നേരത്തെ തന്നെ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് 10% ഓഫ് ദ ഇൻപുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1000 യൂണിറ്റ്. അപ്പൊ അതിന്റെ 10% നോർമലി എന്തായാലും നമ്മൾ പ്രോസസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ നോർമൽ ലോസ് എന്ന് വിളിക്കുന്നത്. Then which can be sold at 2 rupees per unit. അപ്പൊ ആ വരുന്ന ലോസിൽ നമുക്ക് എന്തെങ്കിലും സ്ക്രാപ്പ് കിട്ടുന്നുണ്ട്. ആ സ്ക്രാപ്പ് നമുക്ക് ഒരു യൂണിറ്റിന് 2 രൂപ വെച്ച് വിൽക്കാം. Then actual production realized 900 units. നമ്മുടെ പ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് 900 യൂണിറ്റ് കിട്ടി. നമുക്ക് പ്രോസസ് 1 അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രോസസ് 1 അക്കൗണ്ട് നമുക്ക് ഒരു യൂണിറ്റ് കോളവും ഒരു എമൗണ്ട് കോളവുമാണ് ഡെബിറ്റിലും ക്രെഡിറ്റിലും വേണ്ടത്. അപ്പൊ നമ്മുടെ എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? മെറ്റീരിയൽസ് വന്നിട്ട് 1000 യൂണിറ്റ്. ദെൻ ഈ 1000 യൂണിറ്റ് നമ്മൾ ഇൻപുട്ട് ഇട്ടാൽ നമുക്ക് 1000 യൂണിറ്റാണ് ശരിക്കും ഔട്ട്പുട്ട് കിട്ടേണ്ടുന്നത്. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു 10% നമ്മുടെ നോർമൽ ലോസ് ആണ് എന്ന് പറഞ്ഞേക്കുന്നു. അപ്പൊ നമുക്ക് മെറ്റീരിയൽസ് ഉണ്ട്, ലേബർ ഉണ്ട്, അഡീഷണൽ മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. നോർമൽ ലോസ് എന്ന് പറയുന്നത് 10% ഓഫ് ദ ഇൻപുട്ട് ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മുടെ 1000 യൂണിറ്റ് ആണ്. ദെൻ അതിന് സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുണ്ട് 2 രൂപ പെർ യൂണിറ്റ്. ഔട്ട്പുട്ട് നമുക്ക് 900 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഇതാ റോ മെറ്റീരിയൽസ് 1000 യൂണിറ്റ്, അതിന് 3 പെർ യൂണിറ്റ് ആകുമ്പോൾ 3000 റുപ്പീസ്. ദെൻ ലേബറും അഡീഷണൽ മെറ്റീരിയലും പ്രൊഡക്ഷൻ ഓവർഹെഡും എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്തു. ദെൻ നോർമൽ ലോസ് എന്ന് പറയുന്നത് 1000 യൂണിറ്റിന്റെ 10% ആണ് 100 യൂണിറ്റ്സ്. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ 100 യൂണിറ്റിന് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? 2 rupees പെർ യൂണിറ്റിലാണ് സ്ക്രാപ്പ് വിൽക്കുന്നത്. അപ്പോൾ 100 into 2 200 rupees. ഇനി നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 900 യൂണിറ്റ്സ് ആണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയ 900 യൂണിറ്റ്സ്. അപ്പൊ നമ്മുടെ 1000 ആയി. നമ്മൾ ഇൻപുട്ട് ഇട്ട 1000 യൂണിറ്റ്സ് ആയി. 900 + 100 ചെയ്യുമ്പോൾ 1000 ആയി. ഇനി നമ്മൾ ഈ അക്കൗണ്ട് കോസ്റ്റിന്റെ ഈ എക്സ്പെൻസുകളെല്ലാം കൂടെ എഴുതിയിട്ട് ടോട്ടൽ ചെയ്യുന്നു. അതിപ്പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. ഇവിടെ നമുക്ക് സ്ക്രാപ്പ് 200 കിട്ടിയിട്ടുണ്ട്. അത് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 900 യൂണിറ്റ്സിന് വന്ന വാല്യൂ എന്ന് പറയുന്നത് 5500 ആണ്. ഇത് ബാലൻസിങ് ഫിഗർ ആണ് ഈ 5500. അതായത് ഈ എക്സ്പെൻസുകളെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 5700 കിട്ടി. അതിപ്പുറത്തേക്ക് എടുത്ത് എഴുതി. അതിൽ നിന്ന് ഇവിടെ നമുക്ക് ആകെ ഉള്ളത് ഏതാണ്? ഈ 200 ആണ്. ആ 200 ലെസ് ചെയ്യുമ്പോൾ 5500 കിട്ടി. ഇതാണ് നമ്മുടെ പ്രോസസ് 2ലേക്ക്. അതാണ് ബൈ ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് ടു പ്രോസസ് 2 അക്കൗണ്ട്. പ്രോസസ് 2 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ്. ഇനി നമുക്ക് നോക്കാം എന്താണ് അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ. അബ്നോർമൽ പ്രോസസ് ലോസ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോസ് ഇൻ എക്സസ് ഓഫ് ദ പ്രീ ഡിറ്റർമിൻഡ് ലോസ്. അപ്പൊ നമ്മൾ നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ലോസിനേക്കാൾ കൂടുതലായി വരുന്നു. നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഏതാണ്? നോർമൽ ലോസ്. അതിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന ലോസിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇറ്റ് മേ occur due to unexpected or abnormal conditions such as carelessness of workers, accident, theft, fire, substandard materials, etc. അപ്പോൾ ഇത് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഇത് അബ്നോർമൽ കണ്ടീഷൻസ് കൊണ്ട് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതായത് ആ കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ വർക്കേഴ്സിന്റെ ശ്രദ്ധയില്ലായ്മയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റോ തെഫ്റ്റോ മോഷണം നടന്നതാകാം, അല്ലെങ്കിൽ ഫയർ ഉണ്ടായിട്ടുണ്ടാവാം, തീപിടുത്തം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മെറ്റീരിയൽസ് സബ്സ്റ്റാൻഡേർഡ് ആയിപ്പോയി ക്വാളിറ്റി കുറഞ്ഞതായി പോയത് കൊണ്ടും ഒക്കെ വരാം. സച്ച് ലോസ് cannot be estimated in advance. ഇത് നോർമൽ ലോസ് പോലെ നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ലോസ് ആണ്. അതുകൊണ്ട് നമുക്ക് നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇഫ് പ്രോപ്പർ പ്രിക്കോഷണറി മെഷേഴ്സ് ആർ ടേക്കൺ ഇറ്റ് ക്യാൻ ബി കെപ്റ്റ് അണ്ടർ കൺട്രോൾ. പക്ഷെ അതിന് വേണ്ട പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്താൽ നമുക്കത് കൺട്രോളിൽ നിർത്താൻ പറ്റും. Then abnormal loss is valued just like the valuation of good units. അപ്പോൾ abnormal loss good units വാല്യൂ ചെയ്യുന്നത് പോലെയാണ് വാല്യൂ ചെയ്യുന്നത്. Then the cost of abnormal loss is debited to abnormal loss account and credited to process account. അപ്പോൾ ഈ അബ്നോർമൽ ലോസ് കാണാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ്. ഇപ്പൊ നമ്മൾ ഇതെടുത്താൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ കിട്ടി നമുക്ക് 5700. അപ്പൊ ആ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. ഈ കേസിൽ എടുത്താൽ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് എന്ന് പറയുന്നത് 200 ഇൻറ്റു അബ്നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ്. നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര യൂണിറ്റ് ആണ് അബ്നോർമൽ ലോസ് കിട്ടുന്നത് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻ യൂണിറ്റ്. ഇപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയാൽ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് 1000 മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ്. നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ് ഈ കേസിൽ നോക്കിയാൽ 100
100 units. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് ആയിട്ട് എടുത്ത് എഴുതുന്നത്. നമുക്ക് അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കിട്ടുന്നത് നമ്മൾ നോർമൽ ലോസിന്റെ യൂണിറ്റ്സും എഴുതി അതുപോലെ ഔട്ട്പുട്ടിന്റെ യൂണിറ്റും എഴുതി കഴിയുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് ആയിരിക്കും നമ്മുടെ അബ്നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ഫോർമുലയും അപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു അബ്നോർമൽ ലോസിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇൻ പ്രോസസ് എ 100 units of raw materials were introduced at a cost of 1000 rupees. അപ്പോൾ 100 യൂണിറ്റ് ആണ് റോ മെറ്റീരിയൽ, ദെൻ അതിന്റെ കോസ്റ്റ് വരുന്നത് 1000 rupees. അതർ എക്സ്പെൻസസ് 600 rupees. നമുക്ക് എല്ലാം കൂടെ ഇനി മെറ്റീരിയലും ലേബറും എല്ലാം കൂടി അതർ എക്സ്പെൻസസ് 600. Of the units introduced, 10% is normally lost. നോർമൽ ലോസ് എന്ന് പറയുന്നത് ഈ 100 യൂണിറ്റ് എപ്പോൾ ഇട്ടാലും എത്ര യൂണിറ്റ് ഇട്ടാലും അതിന്റെ 10% നഷ്ടം വരും. അപ്പൊ 100 into നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ അതിന്റെ 10% എന്ന് പറയുമ്പോൾ 10 യൂണിറ്റ്സ് എന്തായാലും നഷ്ടം വരും. ദെൻ അതിന് സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നതോ 3 rupees each. ഈ നോർമൽ ലോസിന് അതായത് ഇൻ ദ കോഴ്സ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് ദ പോസസ് എ സ്ക്രാപ്പ് വാല്യൂ ഓഫ് 3 rupees each. നോർമൽ ലോസ് എത്ര യൂണിറ്റ് ഉണ്ടാവുന്നോ അതിന് 3 രൂപ വെച്ചിട്ട് സ്ക്രാപ്പ് വാല്യൂവും കിട്ടും. Then the output of process A was only 75 units. ഇനി പ്രോസസ് എയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി വന്നപ്പോൾ 75 യൂണിറ്റ്സ് ആണ് ഉള്ളൂ. Then prepare process A account and abnormal loss account. അപ്പോൾ ഇവിടെ അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആണെന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? നമുക്ക് റോ മെറ്റീരിയൽ നമ്മൾ ഇൻപുട്ട് ഇട്ടിരിക്കുന്നത് 100 യൂണിറ്റ് ആണ്. നമുക്ക് അത്ര യൂണിറ്റ്സിൽ വരുമ്പോൾ 100 യൂണിറ്റ് തന്നെ ഔട്ട്പുട്ട് കിട്ടണം. അതിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോർമൽ ലോസ് എന്തായാലും 10% ആണ്. അപ്പൊ 10 യൂണിറ്റ് എന്തായാലും 100ന്റെ 10% എന്ന് പറയുമ്പോൾ 10 യൂണിറ്റ് എന്തായാലും നമുക്ക് നോർമൽ ലോസ് വരും. അപ്പൊ ബാക്കി നമുക്ക് 90 യൂണിറ്റ്സ് 100ന്ന് 10 യൂണിറ്റ്സ് പോയാൽ 90 യൂണിറ്റ്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് നോക്കിയത് ഔട്ട്പുട്ട് ഓഫ് ദ പ്രോസസ് എ വാസ് ഓൺലി 75 യൂണിറ്റ്സ്. 75 യൂണിറ്റ്സേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ഈ 100ൽ 10 യൂണിറ്റ്സ് നോർമൽ ലോസ് കഴിഞ്ഞാൽ ബാക്കിയുള്ള 75 കഴിഞ്ഞാൽ 75 ഔട്ട്പുട്ടും കിട്ടിയാൽ ബാക്കിയുള്ളത് നമ്മുടെ അബ്നോർമൽ ലോസ് ആണ്. അപ്പോൾ 100ന്ന് 75 ഔട്ട്പുട്ടും 10 നോർമൽ ലോസും പോയി കഴിഞ്ഞാൽ ബാക്കി 15 യൂണിറ്റ്സ് നമ്മുടെ അബ്നോർമൽ ലോസ് ആണ്. അപ്പൊ നമുക്ക് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമ്മുടെ റോ മെറ്റീരിയൽസ് പറഞ്ഞിട്ടുണ്ട് 1000 rupeesന് 100 യൂണിറ്റ്സ്, ദെൻ അതർ എക്സ്പെൻഡിച്ചർ മൊത്തം 600. നോർമൽ ലോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 10 യൂണിറ്റ് ആണ്, അതിന് 3 രൂപ വെച്ച് സ്ക്രാപ്പ് വാല്യൂ, അപ്പോൾ 30 rupees. ദെൻ അബ്നോർമൽ ലോസ് 15 യൂണിറ്റ് ആണ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? അബ്നോർമൽ ലോസ് ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഔട്ട്പുട്ട് ആദ്യം ഒന്ന് എടുത്ത് എഴുതുക. എപ്പോഴും നമ്മൾ ഒരു ലൈനുള്ള സ്ഥലം വിടുക. കാരണം അബ്നോർമൽ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ക്രെഡിറ്റ് സൈഡിൽ നോർമൽ ലോസ് എഴുതി കഴിഞ്ഞാൽ ഒരു ലൈനുള്ള സ്ഥലം വിട്ടിട്ട് നമ്മൾ ബൈ ഔട്ട്പുട്ട് നമുക്ക് എപ്പോഴും തന്നിട്ടുണ്ടാവും. ഓരോ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എത്ര യൂണിറ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ബൈ ഔട്ട്പുട്ട് ട്രാൻസ്ഫേർഡ് ടു നെക്സ്റ്റ് പ്രോസസ് എഴുതുക, ആ ഔട്ട്പുട്ട് എടുത്ത് എഴുതുക. ദെൻ ആ അക്കൗണ്ട് നോക്കുക, ഇത് ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ ടാലി ആവുന്നില്ല എങ്കിൽ ആ ഡിഫറൻസ് ആണ് നമ്മുടെ അബ്നോർമൽ ലോസ്. ഇനി അബ്നോർമൽ ലോസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഈ ഫോർമുല അപ്ലൈ ചെയ്യണം. ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ്, ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ 1600 ആണ്. സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഇവിടെ 30 rupees ആണ് നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 15 ആണ്. ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻ യൂണിറ്റ് എന്ന് പറയുന്നത് 100 യൂണിറ്റ് ആണ്. മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പൊ നമ്മൾ ഈ ഫോർമുലയിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ദ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ് ഇസ് ഈക്വൽ ടു 1600 മൈനസ് 30, ദാറ്റ് ഈസ് ഈക്വൽ ടു 1570 into 15 ഡിവൈഡഡ് ബൈ 100 മൈനസ് 10 ഇസ് ഈക്വൽ ടു 90. സോ നമുക്ക് വാല്യൂ കിട്ടും 262. നമ്മൾ ആ വാല്യൂ ഇവിടെ എടുത്ത് എഴുതുന്നു. ഇനി നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഈ 1600 ഇങ്ങോട്ട് എടുത്ത് എഴുതി, ദെൻ യൂണിറ്റ്സ് കോളം നമുക്ക് ടാലി ആയി. ദെൻ ഈ 1600ന്ന് ഈ നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ അബ്നോർമൽ ലോസിന്റെ വാല്യൂം ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ 75 യൂണിറ്റ്സിന്റെ വാല്യൂ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോസസ്സിലേക്കുള്ള ഇൻപുട്ട്. ദെൻ നമ്മളോട് അബ്നോർമൽ ലോസ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഏതാണോ ഇവിടെ വന്നിരിക്കുന്ന എൻട്രി, ഇവിടെ വന്നിരിക്കുന്ന എൻട്രി എന്താണ്? അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട്. ഇവിടെ പ്രോസസ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അബ്നോർമൽ ലോസിന് ഡെബിറ്റും. അപ്പൊ പ്രോസസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് അല്ലേ നോക്കൂ, ക്രെഡിറ്റ് സൈഡിലാണ്.
അപ്പോൾ പ്രോസസ് അക്കൗണ്ടിന് ക്രെഡിറ്റും അബ്നോർമൽ ലോസ് അക്കൗണ്ടിന് ഡെബിറ്റും ആണ്. സെയിം എമൗണ്ട് സെയിം എടുത്ത് എഴുതുന്നു. അപ് ടു പ്രോസസ് അക്കൗണ്ട് അബ്നോർമൽ ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രോസസ് അക്കൗണ്ട് നമ്മൾ ആ സെയിം ഫിഗർ എടുത്ത് എഴുതി. ഇനി നമ്മൾ ഇവിടെ സെയിൽ ഓഫ് സ്ക്രാപ്പ് ആണ്. നമുക്ക് സ്ക്രാപ്പ് വിറ്റതായിട്ട് കാണിക്കണം. ഓരോ കേസിലും നമ്മൾ സ്ക്രാപ്പ് വാല്യൂ ഉള്ളത്, കാരണം നമ്മൾ ഇവിടെ നോർമൽ ലോസിന് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കിട്ടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നോർമൽ ലോസിനൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 3 രൂപ വെച്ചിട്ട് സ്ക്രാപ്പ് കിട്ടുന്നുണ്ട്. അത് നോർമൽ ലോസിന് നമുക്ക് കിട്ടും. അപ്പോൾ 15 യൂണിറ്റിന് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ 45 റുപ്പീസ് കിട്ടി. ദെൻ ബാക്കി വരുന്ന ബാലൻസ് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസ് ഇവിടെ 15 തന്നെയാണ് കേട്ടോ വരുന്നത്. ഇത് മിസ്റ്റേക്ക് ആണ്, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ആ ബാലൻസ് 217 റുപ്പീസ്, അതായത് ഈ 260 ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതി. ഇതിൽ നിന്ന് 45, അതായത് സ്ക്രാപ്പ് വാല്യൂ എന്തായാലും ലോസ് വന്നാൽ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അത് 3 രൂപ വെച്ചിട്ടാണ് സ്ക്രാപ്പ് വാല്യൂ. അപ്പോൾ 45 റുപ്പീസ്. അപ്പോൾ ഈ 262ൽ നിന്ന് 45 ലെസ് ചെയ്യുമ്പോൾ 217 ആണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ. ഇതാണ് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ലോസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് അബ്നോർമൽ ഗെയിൻ. When the actual process loss is less than the normal loss, or when the actual output is more than the normal expected output, it gives rise to abnormal gain. അപ്പോൾ നമ്മൾ പറഞ്ഞു നോർമൽ ലോസ് എന്ന് പറയുന്നത് അൺഅവോയ്ഡബിൾ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. പക്ഷേ നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് ആ നോർമൽ ലോസിനേക്കാൾ, നമ്മൾ വിചാരിച്ച ലോസിനേക്കാൾ, അതായത് പ്രോസസ് ലോസ് നോർമൽ ലോസിനേക്കാൾ കുറവായി, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ 100 യൂണിറ്റ് ഇടുമ്പോൾ നമ്മുടെ നോർമൽ ലോസ് 10 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് 10 യൂണിറ്റ് നോർമൽ ലോസ് വന്നില്ല, നമുക്ക് 5 യൂണിറ്റേ നോർമൽ ലോസ് വന്നുള്ളൂ. അവിടെ നമുക്ക് ഔട്ട്പുട്ട് കൂടുതൽ കിട്ടി, 95 യൂണിറ്റ്സും ഔട്ട്പുട്ട് കിട്ടി. അങ്ങനെയുള്ള കേസിൽ കിട്ടുന്നതാണ് നമ്മുടെ അബ്നോർമൽ ഗെയിൻ. നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ട് കിട്ടി. ഔട്ട്പുട്ട് ഈസ് മോർ ദാൻ ദ നോർമൽ എക്സ്പെക്റ്റഡ്. അതല്ലെങ്കിൽ നമുക്ക് പറയാം ലോസ് ഈസ് ലെസ് ദാൻ ദ നോർമൽ ലോസ്. നമ്മുടെ നോർമൽ ലോസ് വിചാരിച്ചിരുന്നത് കുറവായി കിട്ടി. അതല്ലെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഔട്ട്പുട്ട് വിചാരിച്ചതിനേക്കാൾ കൂടി കിട്ടി. അപ്പോഴാണ് അബ്നോർമൽ ഗെയിൻ വരുന്നത്. അബ്നോർമൽ ഗെയിനും നമ്മൾ അബ്നോർമൽ ലോസ് വാല്യൂ ചെയ്യുന്നത് പോലെ സെയിം ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. അതായത് നമ്മൾ ഗുഡ് യൂണിറ്റ് വാല്യൂ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സോ അതൊരു അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ ആണ്. അതുകൊണ്ട് തന്നെ അതിനെ അബ്നോർമൽ എഫക്റ്റീവ്നെസ് എന്നുകൂടി വിളിക്കുന്നു. സോ വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ ഈസ് ഡെബിറ്റഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡെബിറ്റഡ് ടു പ്രോസസ് അക്കൗണ്ട് ആൻഡ് ക്രെഡിറ്റഡ് ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അപ്പോൾ അബ്നോർമൽ ഗെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പ്രോസസ് അക്കൗണ്ടിൽ അതിന് ഡെബിറ്റ് ആണ് വരുന്നത്. നോർമൽ ലോസും അബ്നോർമൽ ലോസും നമ്മൾ ക്രെഡിറ്റ് ചെയ്തു പ്രോസസ് അക്കൗണ്ടിൽ, ഗെയിൻ വരുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പൊ അബ്നോർമൽ ഗെയിൻ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഇൻറ്റു അബ്നോർമൽ ഗെയിൻ ഇൻ യൂണിറ്റ്സ്. നേരത്തെ അബ്നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ് ആയിരുന്നെങ്കിൽ ഇവിടെ അബ്നോർമൽ ഗെയിൻ ഇൻ യൂണിറ്റ്സ്, അതൊന്നും മാത്രം മാറ്റുള്ളൂ, ബാക്കിയൊന്നും മാറ്റില്ല. ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇൻ യൂണിറ്റ്സ് മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ്സ്. സെയിം തന്നെ, ബാക്കിയെല്ലാം സെയിം തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. അബ്നോർമൽ ഗെയിനിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ പ്രോസസ് ബി 75 യൂണിറ്റ്സ് ഓഫ് കമ്മോഡിറ്റി were transferred from process A at a cost of 1,308. അപ്പൊ പ്രോസസ് ബി ആണ് തന്നിരിക്കുന്നത്. അവിടെ പ്രോസസ് എയിൽ നിന്ന് 75 യൂണിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് 1,308. നമ്മൾ പറഞ്ഞിരുന്നു ആദ്യത്തെ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് ആണ് സെക്കൻഡ് പ്രോസസ്സിന്റെ ഇൻപുട്ട്. അപ്പൊ നമ്മൾ അത് വെച്ചിട്ടാണ് സെക്കൻഡ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടു ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് എ. ദെൻ അഡീഷണൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ടോട്ടൽ എല്ലാം കൂടെ കൂടിയിട്ട് 202 ആണ് വന്നിരിക്കുന്നത്. അഡീഷണൽ എക്സ്പെൻസ്, എല്ലാ എക്സ്പെൻസുകളെയും നമ്മൾ ഡെബിറ്റ് ചെയ്യണം. നോർമൽ ലോസ് എന്ന് പറയുന്നത് എപ്പോഴും 20% ഓഫ് ദ യൂണിറ്റ് ഇൻട്രൊഡ്യൂസ്. നമ്മൾ എത്രയാണോ യൂണിറ്റ് ഇട്ട് കൊടുക്കുന്നത് അതിന്റെ 20% നോർമലി നഷ്ടപ്പെടും. അപ്പൊ ഇവിടെ 75 യൂണിറ്റ് ഇട്ടാൽ അതിന്റെ 20% നോർമൽ ലോസ് ആണ്. എന്ന് പറഞ്ഞാൽ 15 യൂണിറ്റ് 75ന്റെ 20% ആയ 15 യൂണിറ്റ്സ് എന്തായാലും നമുക്ക് നഷ്ടം വരും. ഈ നോർമൽ ലോസ് നമുക്ക് വിൽക്കുന്ന സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 4 രൂപ പെർ യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പൊ 15 × 4 60 rupees. The output of the process was 70 units. ഇനി അപ്പൊ നമുക്ക് 75 യൂണിറ്റ്സ് ഇൻപുട്ട് ഇട്ടു, അതിന്റെ 20% എന്ന് പറയുന്നത് 15 ആയാല് അപ്പൊ 75ന്ന് 15 പോയി കഴിഞ്ഞാൽ ബാക്കി 60 യൂണിറ്റ്സേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് എത്ര കിട്ടി? 70 യൂണിറ്റ്സ് കിട്ടി.
60 യൂണിറ്റ്സേ ശരിക്കും ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ തന്നെ നോർമൽ ലോസ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ 60 യൂണിറ്റ്സേ വരാൻ പാടുള്ളൂ. അപ്പോഴേ ഇവിടുത്തെ 75 ഇവിടെ ടാലി ആവുള്ളൂ. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത് 70 യൂണിറ്റ്സ് കിട്ടി. അപ്പൊ നമ്മളിവിടെ ബൈ ഔട്ട്പുട്ട് 70 യൂണിറ്റ്സ് എഴുതി. ഇപ്പൊ നമുക്ക് ടോട്ടൽ 85 യൂണിറ്റ്സ് ആയി. അപ്പൊ നമ്മൾ അത് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുന്നു. ഇപ്പൊ നമുക്ക് വരുന്നതാണ് അബ്നോർമൽ ഗെയിൻ. ഈ അബ്നോർമൽ ഗെയിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കണം. ദെൻ എന്നിട്ട് നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫിഗർ ആണ് ഈ ഔട്ട്പുട്ടിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ ഇൻപുട്ട് ഇട്ട് കൊടുത്തു, അഡീഷണൽ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്തു, നോർമൽ ലോസ് റെക്കോർഡ് ചെയ്തു, അതിന്റെ സ്ക്രാപ്പ് വാല്യൂ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും കിട്ടേണ്ടിയിരുന്ന ഔട്ട്പുട്ട് 60 യൂണിറ്റ്സേ വരാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ നമുക്ക് 70 യൂണിറ്റ്സ് വന്നു. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് എടുത്ത് എഴുതി. ദെൻ ആ യൂണിറ്റ്സ് കോളം നമ്മൾ ഇവിടെ ഈ സൈഡ് ക്രെഡിറ്റ് സൈഡ് കൂടുതൽ വന്നു. അപ്പൊ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി. ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് അബ്നോർമൽ ഗെയിൻ 10 യൂണിറ്റ്സ് കിട്ടി. നമുക്ക് 60 യൂണിറ്റ്സേ വരാൻ പാടുള്ളൂ. അപ്പൊ 70 യൂണിറ്റ്സ് വരാൻ പാടുള്ളൂ എന്നല്ല, നമ്മൾ അങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോർമലി നമുക്ക് അത്രയും നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ആ ഒരു കണക്കൂട്ടലായിരുന്നു നമ്മൾ. പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് പ്രാവശ്യം 70 യൂണിറ്റ് കിട്ടി. അപ്പൊ നമുക്ക് 10 യൂണിറ്റ് നമ്മുടെ അബ്നോർമൽ ആയിട്ടുള്ള ഗെയിൻ ആണ്. അപ്പൊ ആ അബ്നോർമൽ ഗെയിന് 10 യൂണിറ്റ്സ്, അതിന്റെ വാല്യൂ നമ്മൾ ഫോർമുല ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കണം. അബ്നോർമൽ ഗെയിന്റെ ഫോർമുല നമ്മൾ ഇവിടെ ചെയ്ത പോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ്. നമുക്ക് എത്ര ടോട്ടൽ കോസ്റ്റ് വരുന്നു? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1308 പ്ലസ് 202. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അപ്പൊ 1510 മൈനസ് സ്ക്രാപ്പ് വാല്യൂടെ നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ 60. ദെൻ into abnormal gain in units 10, input 75, normal loss in unit 15. അപ്പൊ നമുക്ക് 242 റുപ്പീസ് കിട്ടും. അതാണ് നമ്മളിവിടെ 242 എഴുതി. ദെൻ ഇത് ഇങ്ങോട്ടേക്ക് ഇറക്കി എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ എന്നിട്ട് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതി. ബാലൻസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിന്റെ വാല്യൂ കിട്ടുന്നു 1692. ഇനി നമ്മളോട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും കൂടെ എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിപ്പയർ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ എഴുതിയ ഈ എൻട്രി പ്രോസസ് അക്കൗണ്ട് ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്, അത് നമ്മളിവിടെ അബ്നോർമൽ ഗെയിൻ ബൈ പ്രോസസ് ബി 10 യൂണിറ്റ് 242 എടുത്ത് എഴുതി. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമുക്ക് നോർമലി നമ്മൾ ഈ സ്ക്രാപ്പ് വാല്യൂ കണക്കാക്കുമ്പോൾ 15 യൂണിറ്റും സ്ക്രാപ്പ് വാല്യൂ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് 15 യൂണിറ്റ് നഷ്ടം വന്നിട്ടില്ല. നമുക്ക് ആകെ 5 യൂണിറ്റ് സ്ക്രാപ്പ് വാല്യൂ ശരിക്കും നോർമൽ ലോസിൽ കൂടെ വരുന്നതുള്ളൂ. 15 യൂണിറ്റ്സിനുള്ള സ്ക്രാപ്പ് വാല്യൂ കിട്ടിയെന്നാ കാണിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ എഫക്റ്റ് ഇല്ലാണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ടു നോർമൽ ലോസില് നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് എത്ര? മൊത്തം 15 യൂണിറ്റ് 4 രൂപ വെച്ചിട്ട്. അതില് 5 യൂണിറ്റ് അവിടെ ലോസും സ്ക്രാപ്പ് വാല്യൂ ഉള്ളൂ. അപ്പൊ നമ്മൾ 10 യൂണിറ്റിന്റെ വാല്യൂ നമ്മളിവിടെ നോർമൽ ലോസിൽ നമുക്ക് കിട്ടുക സ്ക്രാപ്പ് വാല്യൂവിൽ കാണിച്ച് നമുക്ക് ഇവിടെ അങ്ങനെ വന്നിട്ടില്ല. നമുക്ക് ആ നോർമൽ ലോസ് ആയിട്ട് സംഭവിച്ചിട്ടില്ല, അതിന്റെ സ്ക്രാപ്പ് വാല്യൂ കിട്ടിയിട്ടില്ല. അപ്പൊ അതിന്റെ എഫക്റ്റ് കളയാൻ വേണ്ടിയിട്ട് നോർമൽ ലോസിലേക്ക് നോർമൽ ലോസ് അക്കൗണ്ടിനെ നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു നോർമൽ ലോസ് അക്കൗണ്ടിലേക്ക്. ദെൻ ബാക്കി വരുന്ന ബാലൻസിങ് ഫിഗർ ആണ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗർ. ഇവിടെ 242 ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതിയിട്ട് 40 ലെസ് ചെയ്യുമ്പോൾ 202. അപ്പൊ നമുക്ക് ഈ നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രീസ് ആയിട്ട് അത് പഠിച്ചു വെച്ചിരുന്നാലേ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാവും. അപ്പൊ നോർമൽ ലോസ് എപ്പോൾ ഉണ്ടാവുമ്പോഴും നമുക്ക് ജേർണൽ എൻട്രി നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട്, അതാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ നേരെ ക്രെഡിറ്റ് ചെയ്തത്. നമ്മൾ ഓരോന്നെടുത്താലും പ്രോസസ് അക്കൗണ്ട് എടുക്കുമ്പോൾ ബൈ നോർമൽ ലോസ്, ആ ജേർണൽ എൻട്രി ആണത്. നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട്. സ്ക്രാപ്പ് വരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു നോർമൽ ലോസ്. അപ്പൊ നോർമൽ ലോസ് അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രോസസ് അക്കൗണ്ടിൽ നമ്മൾ ആ എമൗണ്ട് കോളത്തിൽ കാണിച്ചു സ്ക്രാപ്പ് വാല്യൂ. പക്ഷെ നോർമൽ ലോസ് അക്കൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ഈ ജേർണൽ എൻട്രി എഴുതണം ക്യാഷ് അക്കൗണ്ട് ടു നോർമൽ ലോസ്. അതായത് നോർമൽ ലോസിൽ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ എമൗണ്ട് കാണിക്കണം, നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ കാണിക്കണം. ഇനി അബ്നോർമൽ ലോസ് അക്കൗണ്ട് ആകുമ്പോഴും അബ്നോർമൽ ലോസ് ഉണ്ടാകുമ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ട് ടു പ്രോസസ് അക്കൗണ്ട്. ഈ നോർമൽ ലോസ് റെക്കോർഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. അതിന്റെ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. സ്ക്രാപ്പ് വാല്യൂ മൊത്തം നമുക്ക് എല്ലാത്തിനും നോർമൽ ലോസിനും അബ്നോർമൽ ലോസിനും ഒക്കെ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്.
ഇനി ആ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസിങ് ഫിഗർ നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് വിടുക. ജേർണൽ എൻട്രി കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു അബ്നോർമൽ ലോസ് അക്കൗണ്ട്. ദെൻ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും നമുക്ക് ഗെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് പ്രോസസ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. നമ്മൾ സ്ക്രാപ്പ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം നോർമൽ ലോസിൽ നമുക്ക് സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ടാകും എന്നുള്ള ധാരണയില്ല. പക്ഷെ അവിടെ ആക്ച്വലി നമുക്ക് നോർമൽ ലോസ് അത്രയും വന്നില്ല. അപ്പൊ അതുകൊണ്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു നോർമൽ ലോസ് അക്കൗണ്ട്. സ്ക്രാപ്പ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇതിന് സ്ക്രാപ്പ് വാല്യൂ കിട്ടണില്ല. ദെൻ ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ അക്കൗണ്ടിന്റെ ബാലൻസിങ് ഫിഗർ നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. എ പ്രൊഡക്റ്റ് passes through two processes and then to finished stock. The normal wastage of each process is as follows. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് രണ്ട് പ്രോസസ്സുകളിലൂടെ പോയിട്ടാണ് ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്ക് എത്തുന്നത്. രണ്ട് പ്രോസസ്സ് എയും പ്രോസസ് ബിയും. ദെൻ നോർമൽ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ നോർമൽ ലോസ് ആണ്. എയുടേത് 3%ഉം ബിയുടേത് 5%ഉം ആണ്. The wastage of process A was sold at 5 rupees per unit. എയുടെ വേസ്റ്റേജ് 5 രൂപ പെർ യൂണിറ്റിലാണ് വിൽക്കുന്നത്. എന്ന് വെച്ചാൽ സ്ക്രാപ്പ് വാല്യൂ 5 രൂപയും ബിയുടേതിന് 10 രൂപ പെർ യൂണിറ്റുമാണ് കിട്ടുന്നത്. ദെൻ 20,000 യൂണിറ്റ്സ് were introduced into process A. പ്രോസസ് എയിലേക്ക് റോ മെറ്റീരിയലിന്റെ എത്ര യൂണിറ്റ്സ് കൊണ്ടുവന്നു? 20,000 യൂണിറ്റ്സ്. അതിന് ഒരു യൂണിറ്റിന് 40 rupees ആണ് വാല്യൂ. ദെൻ ബാക്കിയുള്ള എക്സ്പെൻസ് വന്നിരിക്കുന്നത് പ്രോസസ് എയില് മെറ്റീരിയല്, വേജ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്. പ്രോസസ് ബിയില് മെറ്റീരിയൽ 60,000, വേജസ് 3,20,000, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 28,500. The output of process A was 19,000. നമ്മൾ പറഞ്ഞു നോർമൽ ലോസ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രോസസ് എയില് 19,000 യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. പ്രോസസ് ബിയിൽ വന്നിരിക്കുന്നത് 18,200 യൂണിറ്റ്സുമാണ് ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമുക്കിവിടെ രണ്ട് പ്രോസസ്സുകളാണ് എയും ബിയും. അപ്പൊ രണ്ട് പ്രോസസ് അക്കൗണ്ട് തന്നെ വേണം. പിന്നെ നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് വേണം, അബ്നോർമൽ ലോസ് അക്കൗണ്ട് വേണം, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വേണം. അപ്പൊ ആദ്യം പ്രോസസ് അക്കൗണ്ട് നമ്മളിവിടെ പറഞ്ഞു. നമുക്ക് എത്രയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? 20,000 യൂണിറ്റ്സ്, 40 രൂപ പെർ യൂണിറ്റ്. റോ മെറ്റീരിയൽസ് 20,000 യൂണിറ്റ്സ്. നമുക്ക് പ്രോസസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒക്കെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ഒരു യൂണിറ്റ് കോളം, ഒരു എമൗണ്ട് കോളം. അപ്പൊ റോ മെറ്റീരിയൽസ് 20,000 യൂണിറ്റ്സ്, അതിന് 40 rupees പെർ യൂണിറ്റ് ആകുമ്പോൾ 8 lakhs. ദെൻ പ്രോസസ് എയുടെ എക്സ്പെൻസുകൾ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ, വേജ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്. മെറ്റീരിയൽ, വേജ്, മാനുഫാക്ചറിങ് എക്സ്പെൻസ്. ദെൻ നോർമൽ ലോസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3% ആണ് പ്രോസസ് എയുടെ നോർമൽ ലോസ്. അപ്പോൾ 20,000 യൂണിറ്റ് ആണ് നമ്മൾ ഇൻപുട്ട് ഇട്ടിരിക്കുന്നത്. അതിന്റെ 3% എന്ന് പറയുമ്പോൾ 600 യൂണിറ്റ്സ് ആണ് നമ്മുടെ നോർമൽ ലോസ്. അതിന്റെ സ്ക്രാപ്പ് പറയുന്നത് പ്രോസസ് എയുടെ സ്ക്രാപ്പ് 5 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പോൾ 600 × 5 = 3,000 rupees. ദെൻ നമുക്ക് ഔട്ട്പുട്ട്, ഇനി ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ നോക്കേണ്ടുന്നത്. പ്രോസസ് എയുടെ ഔട്ട്പുട്ട് 19,000 യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കി നമുക്ക് ഇവിടെ 600 യൂണിറ്റ് പോയി കഴിഞ്ഞാൽ 20,000-ൽ നിന്നും 600 യൂണിറ്റ് പോയി കഴിഞ്ഞാൽ ശരിക്കും 19,400 യൂണിറ്റ്സ് കിട്ടണം. പക്ഷേ ഔട്ട്പുട്ട് എത്ര വന്നിട്ടുള്ളൂ? 19,000 ഔട്ട്പുട്ട് വന്നിട്ടുള്ളൂ. 19,400 കിട്ടണം. അപ്പൊ വീണ്ടും ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഊഹിക്കാം അത് അബ്നോർമൽ ലോസ് ആണ്. അപ്പൊ നമ്മൾ ഔട്ട്പുട്ട് എടുത്തെഴുതി, ഒരു ലൈൻ വിട്ടിട്ട് ഔട്ട്പുട്ട് എടുത്തെഴുതി ടു ട്രാൻസ്ഫർ ടു പ്രോസസ് ബി 19,000 യൂണിറ്റ്. അപ്പൊ നമുക്കിവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 20,000 യൂണിറ്റ് ഇട്ടു, 600 ലോസ് പാടുള്ളൂ. അപ്പൊ നമുക്ക് 19,400 ബാക്കി ബാലൻസ് കിട്ടണം. പക്ഷെ എത്ര കിട്ടിയുള്ളൂ? 19,000 കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അബ്നോർമൽ ലോസ് 400 യൂണിറ്റ് ആണ്. നമ്മൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് എടുത്തെഴുതിയാൽ ബാലൻസിങ് ഫിഗർ ആയിട്ട് നമുക്കിത് കിട്ടും, യൂണിറ്റ് കോളം. ദെൻ അബ്നോർമൽ ലോസിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കുന്നു. ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് എത്രയാണ്? ഇതാ ഇവിടെ 10,70,000 ആണ് ടോട്ടൽ കോസ്റ്റ്, മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഇൻറ്റു അബ്നോർമൽ ലോസ് ഇൻ യൂണിറ്റ് 400 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് 20,000 യൂണിറ്റ് മൈനസ് നോർമൽ ലോസ് ഇൻ യൂണിറ്റ് 600. അപ്പൊ നമുക്ക് 22,000 കിട്ടും.
അപ്പോൾ നമ്മൾ ഈ 22,000 ഇവിടെ എടുത്ത് എഴുതി. ഇനി നമ്മൾ ഈ ടോട്ടൽ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുന്നു. ദെൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്ന ഔട്ട്പുട്ടിന്റെ വാല്യൂ 10,45,000 ആയിട്ട്. ഇനി നമ്മൾ ഇതേപോലെ തന്നെ പ്രോസസ് ബി എടുത്ത് എഴുതുന്നു. ഇവിടെ ഫസ്റ്റ് എഴുതുന്നത് ഈ ട്രാൻസ്ഫർ ആണ്, ടു ട്രാൻസ്ഫർ ഫ്രം പ്രോസസ് എ അക്കൗണ്ട്. ആ എമൗണ്ടും യൂണിറ്റും അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതി. ദെൻ പ്രോസസ് ബിയിൽ വരുന്ന ഈ എക്സ്പെൻസുകൾ നമ്മൾ എടുത്ത് എഴുതി. ദെൻ പ്രോസസ് ബിയിലെ ലോസ് 5% ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 19,000 യൂണിറ്റേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇൻപുട്ട് 19,000 യൂണിറ്റേ ഉള്ളൂ. നമ്മൾ ആ എക്സ്പെൻസുകളെല്ലാം എടുത്ത് എഴുതി. ദെൻ ഈ 3 എക്സ്പെൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഈ 3 മാനുഫാക്ചറിങ് എക്സ്പെൻസ് വരെ 19,000 യൂണിറ്റ്സ് ആണുള്ളത്. അതിന്റെ 5%. ഇവിടെ എത്ര ഇൻപുട്ട് കൊടുക്കുന്നു ആ ഇൻപുട്ടിന്റെയാണ് നമ്മൾ നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 5% എന്ന് പറയുമ്പോൾ 950 യൂണിറ്റ്സ് ആണ് നമുക്ക് വരുന്ന നോർമൽ ലോസ് എന്ന് പറയുന്നത്. 19,000ന്റെ 5% എന്ന് പറയുമ്പോൾ 950 യൂണിറ്റ്സ് വരും. ഇനി അതിന്റെ സ്ക്രാപ്പ് വാല്യൂ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാ സ്ക്രാപ്പ് വാല്യൂ ദാറ്റ് ഓഫ് പ്രോസസ് ബി 10 rupees ആണ്. അപ്പോൾ ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് 9,500 rupees കിട്ടും. ദെൻ ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 950 യൂണിറ്റ്സ് ആണ് നമ്മുടെ ലോസ് വരുന്നത്. അപ്പൊ 19,000ൽ നിന്നും 950 പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ 18,050 നമ്മുടെ ഔട്ട്പുട്ട് വരേണ്ടതുള്ളൂ. 19,000 മൈനസ് 950 ചെയ്യുമ്പോൾ നമുക്ക് 18,050 ഔട്ട്പുട്ട് വരേണ്ടതുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു നമ്മുടെ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട്, പ്രോസസ് ബിയുടെ ഔട്ട്പുട്ട് 18,200 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ അത് ഇവിടെ എടുത്ത് എഴുതി. ഇപ്പൊ നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മൾ വിചാരിച്ച അത്രയും നോർമൽ ലോസ് വന്നിട്ടില്ല. 18,200 യൂണിറ്റ് ഔട്ട്പുട്ട് കിട്ടിയെന്ന് വെച്ചാൽ 150 യൂണിറ്റ് നമുക്ക് കൂടുതൽ കിട്ടി. അത് ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 19,000 യൂണിറ്റിൽ നിന്ന് 950 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 18,050 വരാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് 18,200 ആണ്. അതിൽ നിന്ന് 18,050 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 150 കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്തെഴുതിയിട്ട് ഇത് ആ യൂണിറ്റ് കോളം ഇങ്ങോട്ടേക്ക് ടോട്ടൽ ചെയ്യുന്നു, അത് ഇപ്പുറത്തേക്ക് എടുത്തെഴുതുക. ഇപ്പൊ നമുക്ക് ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്. അതാണ് നമ്മുടെ അബ്നോർമൽ ഗെയിൻ. ഈ അബ്നോർമൽ ഗെയിൻ കണ്ട വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ സെയിം ഫോർമുല അപ്ലൈ ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർമുല അപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് 12,000 കിട്ടി. ഈ 12,000 എടുത്തെഴുതി. ഇനി നമ്മൾ ഈ എമൗണ്ടുകളെല്ലാം എടുത്ത് ആഡ് ചെയ്തെഴുതി, അത് ഇപ്പുറത്തേക്ക് എടുത്തെഴുതി. ദെൻ അതിൽ നിന്ന് നമ്മൾ 9,500 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് ബൈ ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക് വരുന്നതിന്റെ വാല്യൂ കിട്ടി. ഇനി നമ്മളോട് നോർമൽ ലോസ് അക്കൗണ്ടും അബ്നോർമൽ ലോസ് അക്കൗണ്ടും ദെൻ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ജേണൽ എൻട്രി മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ലോസ് അക്കൗണ്ടുകൾ എഴുതുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ പഠിച്ച് ഈ ജേണൽ എൻട്രി മനസ്സിൽ വെക്കണം. നോർമൽ ലോസ് ഉണ്ടാകുന്ന സമയത്ത് നോർമൽ ലോസ് അക്കൗണ്ട് അറ്റ് പ്രോസസ് അക്കൗണ്ട്, സ്ക്രാപ്പ് വിൽക്കുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് നോർമൽ ലോസ്, ദെൻ അബ്നോർമൽ ലോസ് ഉണ്ടാകുമ്പോൾ അബ്നോർമൽ ലോസ് അക്കൗണ്ട് അറ്റ് പ്രോസസ് അക്കൗണ്ട്, അതിലെ സ്ക്രാപ്പിന് ക്യാഷ് അക്കൗണ്ട് അറ്റ് അബ്നോർമൽ ലോസ് കാണിക്കണം. അക്കൗണ്ടിന്റെ ബാലൻസ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അബ്നോർമൽ ഗെയിൻ ഉണ്ടാകുമ്പോൾ പ്രോസസ് അക്കൗണ്ട് അറ്റ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്, സ്ക്രാപ്പ് വാല്യൂ അതിൽ നിന്ന് ഇതാക്കി കളയണം. അപ്പൊ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അറ്റ് നോർമൽ ലോസ് അക്കൗണ്ട്, ദെൻ അതിന്റെ ബാലൻസ് നമ്മളിപ്പോൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിക്കുന്നു. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് അറ്റ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ അബ്നോർമൽ ലോസ് അക്കൗണ്ട് എഴുതി. ആദ്യത്തേത് നമ്മുടെ ലോസ് ഉണ്ടാകുമ്പോൾ ഇവിടെ നോർമൽ ലോസ്, നോർമൽ ലോസ് അക്കൗണ്ട്. ആദ്യം നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് നോക്കാം, അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് നോക്കാം. അബ്നോർമൽ ലോസ് നോക്കാം. അബ്നോർമൽ ലോസ് ഉണ്ടായി. അബ്നോർമൽ ലോസ് ഏതിലാണ് ഉണ്ടായിരിക്കുന്നത്? ആദ്യത്തെ പ്രോസസ്സിലാണ് അബ്നോർമൽ ലോസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രോസസ് എ അക്കൗണ്ടിലാണ് അബ്നോർമൽ ലോസ് ഉണ്ടായിരിക്കുന്നത്. ടു പ്രോസസ് എ അക്കൗണ്ട് സെയിം തന്നെ 400 യൂണിറ്റ് 22,000 എമൗണ്ട് സെയിം എടുത്തെഴുതി. ഇനി സ്ക്രാപ്പ് വാല്യൂ, നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കാണിക്കണം. അപ്പൊ സ്ക്രാപ്പ് വാല്യൂ ആ അബ്നോർമൽ യൂണിറ്റ്സിന് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടും. അപ്പൊ സ്ക്രാപ്പ് വാല്യൂന്റെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു അബ്നോർമൽ ലോസ്. അപ്പോ ബൈ ക്യാഷ് എത്രയാണ്? 400 യൂണിറ്റ് പ്രോസസ് എയുടെ ഓരോ യൂണിറ്റിന്റെയും സ്ക്രാപ്പ് വാല്യൂ 5 രൂപ വെച്ചിട്ടാണ്. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ഓരോ യൂണിറ്റിനും 5 രൂപയാണ് പ്രോസസ് എയുടെ. 5 rupees ആണ് സ്ക്രാപ്പ് വാല്യൂ. ആ സ്ക്രാപ്പ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2,000 വരും. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ വരുന്ന എമൗണ്ട് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റി. യൂണിറ്റ് കോളത്തിൽ നമുക്ക് ബാലൻസ് ഒന്നുമില്ല. ദെൻ നമുക്ക് വരുന്ന ലോസ് 20,000 rupees ആണ്. അത് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു.
ഇനി അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട്. അബ്നോർമൽ ഗെയിൻ ഉണ്ടാവുമ്പോൾ ജേണൽ എൻട്രി നോക്കൂ, ദാ പ്രോസസ് ബി അക്കൗണ്ട് ലെറ്റർ ടു, ഇവിടെ വന്ന അതേ ജേണൽ എൻട്രി കണ്ടോ, പ്രോസസ് ബി അക്കൗണ്ട് ലെറ്റർ ടു അബ്നോർമൽ ഗെയിൻ, ഇത് സെയിം ഫിഗർ എടുത്ത് അങ്ങോട്ടേക്ക് എഴുതുന്നു. ദാ ബൈ പ്രോസസ് ബി 150 12,000. ഇനി നമ്മൾ പറഞ്ഞിരുന്നു നോർമൽ ലോസ് നമ്മൾ ആക്ച്വലി സ്ക്രാപ്പ് വാല്യൂ കിട്ടും എന്ന് വിചാരിച്ച് കണക്കാക്കിയിരുന്നു. അപ്പൊ ആ സ്ക്രാപ്പ് വാല്യൂ ഇവിടെ നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ലെറ്റർ ടു നോർമൽ ലോസ്, ഈ 150 യൂണിറ്റ്സിന് പ്രോസസ് ബിയുടെ സ്ക്രാപ്പ് വാല്യൂ 10 രൂപ പെർ യൂണിറ്റ് ആണ്. അപ്പോൾ 150 യൂണിറ്റിന് 1500 രൂപ വെച്ചിട്ട് നമ്മളത് അതിന്റെ എഫക്റ്റ് ഇല്ലാണ്ടാക്കി കളയണം. അപ്പൊ ടു നോർമൽ ലോസ് 150 യൂണിറ്റ്സ് 1500 റുപ്പീസ്. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ആ എമൗണ്ട് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ഈ എമൗണ്ട് എടുത്ത് എഴുതുന്നു. ഇപ്പോഴത്തെ നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടുന്ന ലാഭം 10,500 ആണ്. ഇനി നോർമൽ ലോസ് അക്കൗണ്ട് എഴുതുന്നു. രണ്ട് പ്രോസസ്സിലും നോർമൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. ദാ ഇവിടെ ബൈ പ്രോസസ് എയില് 600, അതിന്റെ എമൗണ്ട് 3,000, ഇവിടെ 950 9,500. സെയിം തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്ത് എഴുതുന്നത്. ടു പ്രോസസ് എ ദെൻ ടു പ്രോസസ് ബി. ഇനി നമ്മൾ ഈ ഓരോ അക്കൗണ്ടിലും ഇവിടെ എഴുതുമ്പോൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഇതേ വന്നിരിക്കുന്നു, ടു നോർമൽ ലോസ് അക്കൗണ്ട്. അപ്പൊ ആ എമൗണ്ട് എടുത്തിട്ട് അത് അങ്ങനെ തന്നെ എഴുതി ബൈ അബ്നോർമൽ ഗെയിൻ. ദെൻ നമുക്ക് സ്ക്രാപ്പ് വരുമ്പോൾ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യണം. ദെൻ പ്രോസസ് എയുടെ സ്ക്രാപ്പ് നോർമൽ ലോസിന് 600 യൂണിറ്റിന് സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നത് 3,000 ആണ്, 5 രൂപ വെച്ചിട്ട്. ദെൻ പ്രോസസ് ബിയുടെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര യൂണിറ്റ് വരുന്നുണ്ട് മൊത്തം പ്രോസസ് ബിയില്? പ്രോസസ് ബിയില് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ബൈ പ്രോസസ് ബി 10 രൂപ വെച്ചിട്ട് 800 യൂണിറ്റ്സിന്. ഇവിടെ നമുക്ക് 950 യൂണിറ്റ്സ് ആയിരുന്നു നമ്മൾ എക്സ്പെക്ട് ചെയ്ത നോർമൽ ലോസ്. പക്ഷെ നമുക്ക് എത്രയേ വന്നുള്ളൂ? ആക്ച്വലി ലോസ് 800 യൂണിറ്റ്സേ വന്നിട്ടുള്ളൂ. 950 യൂണിറ്റ്സ് നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ നമുക്ക് എത്ര യൂണിറ്റ്സ് വന്നുള്ളൂ? 150 ഗെയിൻ ആയിരുന്നു. നമുക്ക് 18,050 യൂണിറ്റ്സ് ഔട്ട്പുട്ട് വരേണ്ടതുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഔട്ട്പുട്ട് വന്നത് 18,200 യൂണിറ്റ്സ് ആണ്. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിച്ചു 150 യൂണിറ്റ്സ് നമുക്ക് ഗെയിൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോർമൽ ലോസ് ആക്ച്വലി നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നത് 800 യൂണിറ്റ്സിനെ സ്ക്രാപ്പ് വാല്യൂ കിട്ടുള്ളൂ. ഇവിടെ ഈ 150 യൂണിറ്റ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടൂല. അപ്പൊ അവിടെ വരുന്ന പ്രോസസ് ബിയിൽ വരുന്നത് 800 യൂണിറ്റ് ആണ്. ആ 800 യൂണിറ്റിന് 10 റുപ്പീസ് വെച്ചിട്ട് 8,000. നമ്മുടെ അക്കൗണ്ട് ടാലി ആയി പോകും. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ലോസ് അക്കൗണ്ടും നോർമൽ ലോസ് അക്കൗണ്ടും നമ്മൾ ടാലി ആയി പോയി, രണ്ട് സൈഡും ടാലി ആയി. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിലും അബ്നോർമൽ ലോസ് അക്കൗണ്ടിന്റെയും ബാലൻസ് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും.